നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LTC 1000 ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്നതിൻ്റെ അവസാന ഭാഗമാണ്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. സുൽത്താൻ ബത്തേരി എന്ന സ്ഥലനാമം ആരുടെ പേരിൽ നിന്നാണ് രൂപം കൊണ്ടത്? ടിപ്പുവിൻ്റെ പേരിൽ നിന്നാണ്. സൂര്യ നമ്പൂതിരിപ്പാട് ഏത് കൃതിയിലാണ്? ഇന്ദുലേഖയിലാണ്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഭരതനാട്യമാണ്. സെലൂക്കസിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ രാജാവാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ജോവാൻ ഓഫ് ആർക്കിന്റെ സ്വദേശം ഫ്രാൻസ് ആണ്. ജോവാൻ ഓഫ് ആർക്കിന്റെ സ്വദേശം ഫ്രാൻസ് ആണ്. അടുത്ത ചോദ്യം, പൈനാവ് ഏത് ജില്ലയുടെ ആസ്ഥാനമാണ്? ഇടുക്കിയുടെ ആസ്ഥാനമാണ് പൈനാവ്. കേരള മുഖ്യമന്ത്രിമാരിൽ 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക വ്യക്തിയാണ് പട്ടം താണുപിള്ള. കേരളത്തെ ആദ്യമായി മലബാർ എന്ന് വിളിച്ചത് അൽബറൂണിയാണ്. കേരളത്തെ ആദ്യമായി മലബാർ എന്ന് വിളിക്കുന്നത് അൽബറൂണി. ചോള രാജ്യത്തെ പ്രധാന നദിയായിരുന്നത് കാവേരിയാണ്. ചോള രാജ്യത്തെ പ്രധാന നദി കാവേരിയാണ്. ഡ്യൂറന്റ് കപ്പ് സ്ഥാപിച്ചത് സർ മോർട്ടിമർ ഡ്യൂറന്റ് ആണ്. അടുത്ത ചോദ്യം, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഘടകലോഹങ്ങൾ ഇരുമ്പ്, ക്രോമിയം, നിക്കൽ, കാർബൺ എന്നിവയാണ്. ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ചരൽക്കുന്ന്. കളികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുതിരപ്പന്തയമാണ്. ടിബിയ, ഫിബുല എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു? കാലിൽ കാണപ്പെടുന്ന അസ്ഥികളാണ് ടിബിയ, ഫിബുല എന്നിവ. വെളിച്ചം ദുഃഖമാണുണ്ണി എന്നത് ആരുടെ വരികളാണ്? അക്കിത്തത്തിന്റെ വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി എന്നത്. അടുത്ത ചോദ്യം, KSRTC നിലവിൽ വന്ന വർഷം 1965 ഏപ്രിലാണ് KSRTC നിലവിൽ വരുന്നത്. ചെങ്കുളം പദ്ധതി ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ മത്സ്യമാണ് പിഗ്മി ഗോബി. JCB എന്ന പേരിൽ അറിയപ്പെടുന്ന യന്ത്രത്തിന്റെ മറ്റൊരു പേരാണ് പൊക്ലൈൻ. അക്ബർ ഹാൽട്ടിഗഡ് യുദ്ധത്തിൽ റാണ പ്രതാപിനെ തോൽപ്പിച്ച വർഷം 1576 അക്ബർ ഹാൽട്ടിഗഡ് യുദ്ധത്തിൽ റാണ പ്രതാപിനെ തോൽപ്പിച്ച വർഷം 1576. അടുത്ത ചോദ്യം, തിരുവനന്തപുരം റേഡിയോ നിലയം ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്തത് 1951. ചെന്നകേശവ ക്ഷേത്രം എവിടെയാണ്? ബേലൂരിലാണ് ചെന്നകേശവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ താപനിലയിൽ ഏറ്റവും കുറച്ച് വികസിക്കുന്ന പദാർത്ഥമാണ് വജ്രം. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ഭാരതരത്നം നേടിയ ഒരു കുടുംബത്തിലെ 3 തലമുറയാണ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവർ. ഭൂവൽക്കത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? 46.6%. കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. മലയാളിയായ ലക്ഷ്മി N മേനോൻ കേന്ദ്രമന്ത്രിയായിരുന്നു. ഏത് സംസ്ഥാനത്ത് നിന്നാണ് അവർ പാർലമെന്റിലെത്തിയത്? ബീഹാറിൽ നിന്നാണ്. തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം ഏത് വർഷത്തിലാണ് നടന്നത്? AD 1729. ജോർജ് 5-ാമൻ രാജാവിന്റെ ഇന്ത്യൻ സന്ദർശന സമയത്തെ വൈസ്രോയിയാണ് ഹാർഡിഞ്ച് പ്രഭു. കാൻറ്റർബറി ടെയിൽസ് നിർമ്മിച്ചത് ജോഫ്രി ചൗസർ ആണ്. അടുത്ത ചോദ്യം, ലാറി ഏത് രാജ്യത്തെ നാണയമാണ്? ജോർജിയയിലെ നാണയം അറിയപ്പെടുന്നത് ലാറി എന്ന പേരിലാണ്. ലാഹോർ സ്റ്റുഡൻസ് യൂണിയൻ രൂപവൽക്കരിച്ചത് ഭഗത് സിംഗ് ആണ്. ലാഹോർ സ്റ്റുഡൻസ് യൂണിയൻ രൂപവൽക്കരിച്ചത് ഭഗത് സിംഗ്. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവാണ്. പെൻഗിനുകൾ കാണപ്പെടുന്നത് ദക്ഷിണ ധ്രുവത്തിലാണ്. ചരിത്രം ജേതാക്കളാൽ എഴുതപ്പെടുന്നു എന്ന് പറഞ്ഞത് സർ വിൻസെന്റ് ചർച്ചിലാണ്. ചരിത്രം ജേതാക്കളാൽ എഴുതപ്പെടുന്നു എന്ന് പറഞ്ഞത് സർ വിൻസെന്റ് ചർച്ചിൽ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ നിലവിൽ വരുമ്പോൾ അതിൽ എത്ര രാജ്യങ്ങളാണ്
ഒപ്പുവെച്ചത് 51 രാജ്യങ്ങളാണ്. പ്രഥമ മാൻ ബുക്കർ പ്രൈസ് നേടിയ ഇസ്മായിൽ ഖാദറെ ഏത് രാജ്യക്കാരനാണ്? അൽബേനിയയാണ്. പ്രഥമ മാൻ ബുക്കർ പ്രൈസ് നേടുന്നത് ഇസ്മായിൽ ഖാദറെയാണ്. അത് അൽബേനിയക്കാരനാണ്. ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഇബ്രാഹിം ലോധിയെയാണ്. ചാച്ച്നാമ എന്ന കൃതി എവിടത്തെ ചരിത്രമാണ് പ്രതിപാദിക്കുന്നത്? സിന്ധ് ചരിത്രമാണ്. ഷേർഷായുടെ ശവകുടീരം നിർമ്മിച്ചത് ഷേർഷയാണ്. സുൽത്താന റസിയ അമിതമായ ദാക്ഷിണ്യം കാണിച്ച അബിസീനിയൻ അടിമയാണ് ജലാലുദ്ദീൻ യാക്കൂത്ത്. ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഇന്ത്യൻ പ്രദേശം മാഹിയാണ്. അവസാനത്തെ നന്ദരാജാവാണ് ധനനന്ദൻ. ബുദ്ധന്റെ മകൻ രാഹുലനാണ്. സിൽക്ക് പാത എന്നറിയപ്പെടുന്നത് നാദുല ചുരമാണ്. അടുത്ത ചോദ്യം, റെയിൽവേ ലൈൻ ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി, വയനാട്. ഗുജറാത്ത് ഭരിച്ച സോളങ്കി അഥവാ ചാലൂക്യ വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവാണ് ജയസിംഹ സിദ്ധരാജ. ജാൺപൂരിലെ ഷാർക്കി വംശം സ്ഥാപിച്ചത് മാലിക് സർവാർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടിയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ഡെൻമാർക്കിൻ്റെതാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാകയുള്ള രാജ്യമാണ് ഡെൻമാർക്ക്. അടുത്ത ചോദ്യം, കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. വില്ലി വില്ലീസ് ഉഷ്ണചക്രവാതം എവിടെയാണ് വീശുന്നത്? വില്ലി വില്ലീസ് ഉഷ്ണചക്രവാതം വീശുന്നത് ഓസ്ട്രേലിയയിലാണ്. ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. നാഗ്പൂർ വിമാനത്താവളം ഏത് നേതാവിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? BR അംബേദ്കർ. നാഗ്പൂർ വിമാനത്താവളം BR അംബേദ്കറിന്റെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യകൂടം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അഗസ്ത്യകൂടമാണ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ അഥവാ നാക്കിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. കൊതുക് മനുഷ്യ സാമീപ്യം തിരിച്ചറിയുന്നത് എങ്ങനെ? വിയർപ്പിലെ ലാക്റ്റിക് അമ്ലം അണത്തറിഞ്ഞാണ് കൊതുക് മനുഷ്യ സാമീപ്യം തിരിച്ചറിയുന്നത്. സെറികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് സെറികൾച്ചർ. പത്തനംതിട്ട ജില്ലയുടെ രൂപവൽക്കരണത്തിന് മുൻകൈയെടുത്തയാൾ KK നായരാണ്. സ്പാനിഷ് ഔദ്യോഗിക ഭാഷയല്ലാത്ത ഒരേ ഒരു മധ്യ അമേരിക്കൻ രാജ്യമാണ് ബെലീസ്. ലോക ക്ഷീരദിനം ജൂൺ 1. സ്പാരോ ക്യാമൽ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് ഒട്ടകപക്ഷി. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഏറ്റവും വലുത് സ്വീഡനാണ്. സംഘകാലത്തെ രാജവംശങ്ങളിൽ മികച്ച നാവികസേനയെ നിലനിർത്തിയിരുന്നത് ചോളന്മാരായിരുന്നു. ഭാരത് നൗജവാൻ സഭ രൂപവൽക്കരിച്ചത് ഭഗത് സിംഗ് ആണ്. ഭാരത് നൗജവാൻ സഭ രൂപവൽക്കരിച്ചത് ഭഗത് സിംഗ്. മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ നിയമസഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? ഗവർണർക്കാണ്. ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമയുടെ സംവിധായകനാണ് ജോൺ എബ്രഹാം. കേരള വിദ്യാഭ്യാസ ബില്ലിന്റെ ശില്പി ജോസഫ് മുണ്ടശ്ശേരിയാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്ന് മാറ്റിയ വർഷം 1957. കൊണാർക്കിലെ സൂര്യക്ഷേത്രം പണി കഴിപ്പിച്ചത് പൂർവ്വ ഗംഗാ വംശത്തിലെ നരസിംഹദേവനാണ്. തളിക്കോട്ട് യുദ്ധത്തിൽ വിജയനഗര സൈന്യത്തെ നയിച്ചത് രാമരായയാണ്. പരിണാമ ശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണിയാണ് മനുഷ്യൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സബ് നാഷണൽ എൻറ്റിറ്റിയാണ് ഉത്തർപ്രദേശ്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഭാരതരത്നം കിട്ടിയവരിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനു വെളിയിൽ പൗരത്വമുള്ള ഏക വ്യക്തി നെൽസൺ മണ്ടേലയാണ്. കേന്ദ്രമന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വമുള്ളത് ലോകസഭയോടാണ്. ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞയാണ്. ചെമ്മീൻ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് SL പുരം സദാനന്ദനാണ്. ശാന്തസമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം.
കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. കാമാഖ്യ ക്ഷേത്രം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? അസാമിലാണ് കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, 3 സ്ത്രീകൾ ഇവയുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന കേരളത്തിലെ പ്രദേശമാണ് തലശ്ശേരി. സഞ്ചാരിയായ അൽ മസൂദിയുടെ മുഴുവൻ പേര്? അബുൽ ഹസൻ അലി അൽ മസൂദി. കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് ആൽഫ കെരാറ്റിൻ. ഗഞ്ചിറ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ജീവിയാണ് ഉടുമ്പ്. എവിടുത്തെ ചരിത്രത്തെ പറ്റിയാണ് രാജതരംഗിണിയിൽ പ്രതിപാദിക്കുന്നത്? കാശ്മീരിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. ക്രൈസോലൈറ്റ് ആസ്പെറ്റോസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ക്രൈസോലൈറ്റ് ആസ്പെറ്റോസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്? കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ സി ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തോടു കൂടി 1000 LDC ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്ന ടോപ്പിക്ക് തീർന്നിരിക്കുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത എക്സാമിന് പോവുക. വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.